നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞു. വളരെ ഹാപ്പിയാണ് കിലിൻ എംബാപ്പെ. വളരെ മനോഹരമായ ഒരാഴ്ചയായിരുന്നു. ഇനി സമ്മറിൽ കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് യുഎസിലെ സമ്മറിൽ വേൾഡ് കപ്പിന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടുന്ന് വരുന്നത്. ഇപ്പോൾ ടെൽഫൂട്ടിനോട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആവേശമൊക്കെയാണല്ലോ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ റയൽ മാഡ്രിഡിന് കളിക്കാനുള്ളത് ബയേൺ മ്യൂണിക്കുമായിട്ടാണ്. ബയേൺ ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ്. റയൽ മാഡ്രിഡിന് അവരെ വീഴ്ത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള മറുപടിയായിട്ട് എംബാപ്പെ പറയുന്നത് ബയേൺ ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഫോമിലാണുള്ളത്. അവരെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും ആവുമെങ്കിൽ അത് റയൽ മാഡ്രിഡിന് മാത്രമാണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ റയൽ മാഡ്രിഡ് വേഴ്സസ് ബയേൺ മ്യൂണിക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൻ്റെ ഷെഡ്യൂൾ നോക്കിയാൽ ആദ്യ മത്സരം ഏപ്രിൽ 7-നാണ്. ഇന്ത്യൻ സമയം പറഞ്ഞാൽ ഏപ്രിൽ 8 പുലർച്ചെ 12:30 സാന്റിയാഗോ ബെർണബിവിലാണ് ആദ്യ പാദം. രണ്ടാം പാദം ഏപ്രിൽ 15, അതായത് ഇന്ത്യൻ സമയം പറഞ്ഞാൽ ഏപ്രിൽ 16 പുലർച്ചെ 12:30 ബയേൺ മ്യൂണിക്കിൻ്റെ മൈതാനത്താണ് കളി. സോ രണ്ടാം പാദം ബയേണിൻ്റെ മൈതാനത്താണ്. അത് റയലിന് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ എംബാപ്പെ പറയുന്നു ബയേൺ ആർ പ്രോബബ്ലി ദി മോസ്റ്റ് ഇൻഫോം ടീം ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ നിലവിൽ ഏറ്റവും നല്ല ഫോമിൽ നിൽക്കുന്ന ടീം, മോസ്റ്റ് ഇൻഫോം ടീം, അത് ബയേൺ മ്യൂണിക്കാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ടീമിന് അവരെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് റയൽ മാഡ്രിഡാണ്. ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്ന് തന്നെ എംബാപ്പെ പറഞ്ഞു. ബട്ട് ഇഫ് ദർ ഈസ് എ ടീം ദാറ്റ് ക്യാൻ ബീറ്റ് ദം, ഇറ്റ്സ് റയൽ മാഡ്രിഡ്. അതാണ് എംബാപ്പയുടെ ഒരു അഭിപ്രായം. ഏതായാലും കാത്തിരുന്ന് കാണേണ്ട ഒരു കളിയാണത്. പാൽവാരോ ആർബിലോവ വമ്പൻ കോച്ചുമാർക്ക് പണി കൊടുക്കുന്നതൊരു സ്ഥിരം പണിയാക്കി മാറ്റിയിരിക്കുകയാണല്ലോ. ഹോസെ മൊറീഞ്ഞോയെ പുറത്താക്കി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന്, പെപ് ഗാർഡിയോളയെ പുറത്താക്കി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന്. ഇനി അടുത്തത് കൊമ്പനിയാണോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.